ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുന്നു. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് ഇന്ന് പുറപ്പെടും. പമ്പ സംഗമം ഇന്ന് നടക്കും. നഗരജ്യോതി 14-നാണ്. അവിടെ നിന്നും അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട്. അഖിൽ, സ്വാമി ശരണം. എന്തായാലും മകരവിളക്കിന് ഇനി 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കും സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. അവിടെ നിന്നുള്ള വിശേഷങ്ങൾ. രോഹിണി പ്രദീപുള്ള സ്വാമി ശരണം. ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്കുണ്ട്. പക്ഷേ ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. രാവിലെ വളരെ തിരക്ക് കുറഞ്ഞ ഒരു ദിവസമാണ്. ഈ സീസണിൽ മണ്ഡലകാലത്തായാലും ഈ മകരവിളക്കിന് 30-ന് നട തുറന്നപ്പോഴായാലും തിരക്ക് കുറഞ്ഞ, താരതമ്യേന തിരക്ക് കുറഞ്ഞ ഏക ദിവസം ഞാൻ കണ്ടതിൽ ഇന്ന് തന്നെയാണ്. അതിന് സാക്ഷ്യം നമുക്ക് 18-ാം പടിയാണ്. 18-ാം പടിയിൽ സ്വാമി അയ്യപ്പന്മാർ മിനിറ്റിൽ ഏകദേശം 70 മുതൽ 75ഓളം അയ്യപ്പന്മാരെ ഒരു മിനിറ്റിൽ കയറ്റി വിട്ടുകൊണ്ടിരുന്നതാണ്. അതിവേഗം കയറിവാ അയ്യപ്പ, കയറിവാ അയ്യപ്പ എന്ന വിളി മാത്രം 18-ാം പടിയിൽ കാണാനുണ്ടായിരുന്നിടത്താണ് ഇപ്പോൾ ഇവിടെ സാവധാനം ഓരോ അയ്യപ്പന്മാരും 18-ാം പടി കയറി വരുന്ന കാണുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കാലുവയ്യാത്ത ഒരു വയസ്സായ ഒരു അയ്യപ്പസ്വാമിയെ പോലീസ് അയ്യപ്പന്മാരും കൂടെയുള്ള അയ്യപ്പന്മാരും ഒക്കെ തന്നെ സഹായിച്ച് 18-ാം പടി കയറ്റി ശബരിമല ദർശനത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ സാവധാനമാണ് ഓരോ അയ്യപ്പന്മാരും 18-ാം പടി കയറി വരുന്നത്. 18-ാം പടിയുടെ താഴെ നമ്മൾ എല്ലാ തവണയും കാണുന്നത് പോലെ തടഞ്ഞു നിർത്തി അയ്യപ്പന്മാരെ ആഴിയുടെ അവിടുത്തെ ഫ്ലൈ ഓവറിൽ തടഞ്ഞു നിർത്തിയതിനു ശേഷമാണ് അയ്യപ്പന്മാർ ഈ 18-ാം പടിയിലേക്ക് കയറി വരുന്നത്. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും വലിയ കൂട്ടമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് 18 പടിയും തൊട്ടു തൊഴുത സാവധാനം അയ്യപ്പന്മാർ ഭഗവാന്റെ തിരുനടയിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് ഇത്തവണ ആദ്യമായി കാണാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ്. കാരണം നാളെ കഴിഞ്ഞാൽ പിന്നെ മകരവിളക്കാണ്. അതുകൊണ്ട് തന്നെ നാളെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഭക്തജന തിരക്കായിരിക്കും എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. കാരണം ഇന്ന് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ എത്തിയ അയ്യപ്പ ഭക്തന്മാർ ഈ സന്നിധാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൊക്കെ ഈ ഷെഡ് കെട്ടി താമസിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഇപ്പോൾ പല ഭാഗങ്ങളിൽ, അതായത് സന്നിധാനത്തിന്റെ പല ഭാഗങ്ങളിലായി കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ ഫ്ലൈ ഓവറിന്റെ അരികിലേക്ക് വരുമ്പോൾ പോലും ഇന്നലെയൊക്കെ നമ്മൾ കാണിച്ചതാണ് ഫ്ലൈ ഓവർ മുകളിലൊക്കെ വലിയ തിരക്ക്. അതായത് ശ്രീകോവിലിന് അഖിലിലേക്ക് തിരികെ എത്താം. കാര്യം പന്തളത്ത് എം മനോജ് എത്തിയിട്ടുണ്ട്. അത് ഒരു കാര്യം, അവിടേക്ക് പോകണം. മറ്റൊരു കാര്യം പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സ്പേസ് ഡോക്കിംഗ്, സ്പെയ്ഡെക്സ് എന്നുള്ള പരീക്ഷണം ഒരു സസ്പെൻസ് എന്നുള്ളൊരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഏറ്റവും പുതിയ ട്വീറ്റ് ഒന്ന് വായിക്കാം. ഇസ്രോയിൽ നിന്നുള്ള ട്രയൽ അറ്റംപ്റ്റ് ടു റീച്ച് അപ് ടു 15 meters ആൻഡ് ഫർദർ ടു 3 meters ഡൺ. അതായത് നമ്മൾ ആദ്യം വാർത്ത പറയുമ്പോൾ 2 ഉപഗ്രഹങ്ങളും തമ്മിലുള്ള അകലം 15 മീറ്ററായി കുറച്ചിരുന്നു. അത് പിന്നെയും 3 മീറ്ററായി കുറച്ച് തൊട്ടടുത്ത് വരെ എത്തിച്ച് വീണ്ടും ഈ ഉപഗ്രഹങ്ങളെ പിന്നിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ ഡേറ്റ അനലൈസ് ചെയ്ത ശേഷം ഡോക്കിംഗ് പ്രോസസ്സ് നടത്തും എന്നുള്ളതാണ് ഇസ്രോ അറിയിക്കുന്നത്. അതുണ്ടായാൽ ആ നിമിഷം തന്നെ തത്സമയം ആ വിശേഷങ്ങളിലേക്ക് പോകും.